ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുറേ ദിവസം ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്, വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. നമുക്കൊരു അടിപൊളി ഒരു മീൻകറി നമുക്ക് തയ്യാറാക്കാം. അതിന് അവിടെ ആവോലി, ഒരു 1/2 കിലോ ആവോലി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കാം. നമുക്ക് മസാല റെഡിയാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ മുളക് ആണെങ്കിൽ അത് തന്നെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും എടുത്തിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു കപ്പോളം തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 2 സ്പൂണോളം തേങ്ങാപ്പാലും എടുത്തിട്ട് നമ്മളിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമുക്കൊരു 10-15ഓളം ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരു 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് 1 സ്പൂണോളം തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ഒന്ന് മസാല ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ആ തയ്യാറാക്കിയ മസാലയുടെ ആ പാത്രത്തിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ഒഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വടക്കംപുള്ളി ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പറ്റിച്ച് നമുക്ക് എടുക്കണം. ഈ വെള്ളത്തിൻ്റെ ഇതെല്ലാം ഒന്ന് മാറി ഈ പരുവം വരെ നമുക്കൊന്ന് ആവുന്നത് വരെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുത്തൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ അരപ്പൊന്ന് പറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം. അത് നമ്മൾ അരപ്പ് നല്ല തിളച്ച് നമുക്കൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അടുപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ അടിപൊളി ആവോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ സ്പൂൺ വെച്ച് നിങ്ങൾ ഇളക്കി കൊടുക്കരുത്. വെച്ചാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു ടവൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ആവോലിക്കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.